എന്തായാലും ബോബി ചെമ്മണ്ണൂർ വിഷയം കേരളത്തിലെ മാധ്യമരംഗത്ത് കൊഴുക്കുകയാണ്. അദ്ദേഹം എന്തു ചെയ്താലും വലിയ വാർത്തയാകുന്ന വിഷയം. അദ്ദേഹത്തിൻ്റെ ഷോ പലപ്പോഴും അദ്ദേഹത്തിന് അപകടമാകുന്നു എന്നത് കാണുന്നതാണ്. ഇപ്പോൾ ജയിലിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹം പുറത്തു വന്നില്ല. അവിടെ അദ്ദേഹം ഒരു ജയിലിനകത്തൊരു ഷോ നടത്തിയെന്നാണ് കോടതിയും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തു വന്ന് ജാമ്യം കഴിഞ്ഞ് പുറത്തു വന്നിട്ട് മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അവിടെ പണം അടയ്ക്കാൻ കഴിയാത്ത പാവങ്ങളായ 10-26 വിചാരണ തടവുകാരുണ്ട്. അവർക്ക് ജാമ്യം ലഭിച്ചെങ്കിലും അവർക്ക് ജാമ്യത്തുക അടയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് അവിടെ നിന്ന് കിടക്കുകയാണ്. അവരെയും കൂടെ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ അവിടെ ജയിലിൽ കഴിഞ്ഞതെന്ന് പറഞ്ഞു. അത് വലിയ നിയമക്കുരുക്കായി അദ്ദേഹത്തിന് അവസാനം കോടതിയിൽ പോയി മാപ്പ് പറയേണ്ട അവസ്ഥ വരികയും ചെയ്തു. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിച്ചു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ബോബി ചെമ്മണ്ണൂർ തെറ്റ് ചെയ്തുവെന്നും എന്നാൽ നിരുപാധിക മാപ്പപേക്ഷ നൽകിയ സാഹചര്യത്തിൽ ആ കേസ് അവസാനിക്കുകയാണ് എന്നും ഹൈക്കോടതി പറഞ്ഞു. ഇനി ബോബി ചെമ്മണ്ണൂർ വാ തുറക്കുന്നില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വിശദീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ചെയ്തത്. ബോബിക്ക് മുന്നറിയിപ്പ് നൽകിയതായും അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് നിരുപാധിക മാപ്പപേക്ഷ അംഗീകരിക്കുന്നത്. മറ്റ് തടവുകാരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നുവെന്ന് പറയുന്നത് കോടതിയെ വെല്ലുവിളിക്കലാണെന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോഴാണ് ഇനി അങ്ങനെയൊന്നും പറയില്ലെന്ന് അഭിഭാഷകൻ വിശദീകരിച്ചു. തീർത്തും നിയമപരമായ ഇടപെടലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നടത്തിയത്. കോടതി അപമാനിച്ച പ്രതിക്കെതിരെ വൈരാഗ്യ ബുദ്ധിയാൽ ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് ഈ കോടതിയുടെ ഒരു നിലപാട് നമ്മൾ കാണുന്നത്. ആ പ്രതിയെ കൊണ്ട് തിരുത്തൽ ഉറപ്പാക്കിക്കുന്നു. കോടതി മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി തന്നെ കോടതിയോട് മാപ്പ് പറയുകയും മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും ചെയ്തു. മാപ്പ് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനമെന്ന സന്ദേശമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബോബിക്കെതിരായ നിലപാടിലൂടെ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഏറ്റവും മാതൃകാപരമായ ഒരു നടപടി തന്നെയാണ് PV കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ വായടപ്പിക്കാൻ കഴിഞ്ഞു. നിയമവ്യവസ്ഥ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാർക്കും ഇതൊരു മാതൃക തന്നെയാണ്. അത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ സുപ്രധാന ഏടായി മാറുകയും ചെയ്യും എന്നത് തീർച്ച. കോടതിയെ അപമാനിക്കാൻ വേണ്ടിയാണ് ബോബി എല്ലാം ചെയ്തതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. റിലീസ് ഓർഡർ അടക്കം ഇന്നലെ കൃത്യമായി പുറത്തിറങ്ങിയെന്ന് ജസ്റ്റിസ് തിരിച്ചറിയുന്നു. നിയമത്തെ വെല്ലുവിളിച്ച് മാധ്യമങ്ങളിൽ താരമാകാനായിരുന്നു ശ്രമം. ജാമ്യത്തുക കെട്ടിവയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ കഴിയുന്നവർക്ക് വേണ്ടി ജാമ്യത്തിൽ ഇറങ്ങുന്നില്ലെന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം വിലയിരുത്തിയ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതോടെയാണ് ഹൈക്കോടതി നിലപാട് കടുപ്പിച്ചത്. അപ്പോഴും ഒരു പ്രതി നിരുപാധികം മാപ്പ് പറയുമ്പോൾ കടുത്ത നടപടിയിലേക്ക് കോടതി പോയില്ല. എന്നാൽ ഹൈക്കോടതിയുടെ അധികാരം എന്തെന്നും ഹൈക്കോടതിയെ പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ലെന്നും കൂടി പറഞ്ഞ് വയ്ക്കുകയായിരുന്നു ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ. എല്ലാ അർത്ഥത്തിലും നീതിന്യായ വ്യവസ്ഥയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ. സാധാരണ ഇടപെടലാണ് ബോബിയെ പാഠം പഠിപ്പിക്കാൻ ഹൈക്കോടതി എടുത്തത്. നേരത്തെ മാധ്യമങ്ങളോടും ബോബി നിലപാട് അറിയിച്ചിരുന്നു. ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞപ്പോൾ നിലപാട് മാറ്റി ബോബി ചെമ്മണ്ണൂർ എന്നതാണ് പരമാർത്ഥം സത്യം. കോടതിയുടെ ബഹുമാനം മാത്രമാണ് തനിക്കുള്ളതെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. പിന്നീട് വിവരമുള്ള ആരും കോടതിയോട് കളിക്കില്ല, മാപ്പ് പറയാൻ തയ്യാറാണെന്നും ബോബി പറഞ്ഞു. ജയിലിൽ നിന്നും റിലീസ് വൈകിയത് ഇന്നലെ ജാമ്യ ഉത്തരവ് എത്താൻ വൈകിയത് കൊണ്ടാണ്. നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ബോബി പറയുകയും ചെയ്തു. എന്തായാലും തമാശയ്ക്കാണെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന ബോധ്യം ഉണ്ടായെന്നും ബോബി പറഞ്ഞു. വലിയൊരു തിരിച്ചറിവാണ് ബോബിക്ക് ഈ ഹൈക്കോടതി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ശക്തമായ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത്. വേദന ഉണ്ടാക്കാൻ പാടില്ല, തമാശ രൂപേണയാണ് സാധാരണ സംസാരിക്കാറ്, വളരെ സൂക്ഷിച്ചേ ഇനി സംസാരിക്കൂ എന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ജയിലിൽ ജാമ്യം ലഭിച്ചിട്ടും തുക ഇല്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്തവരുണ്ട്, അവരെ സഹായിക്കാമെന്ന് അറിയിച്ചിരുന്നു. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 1 കോടി രൂപ ലീഗൽ എയ്ഡിന് വേണ്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയെ ധിക്കരിച്ചാണ് പുറത്തിറങ്ങാത്തതെന്ന് പറയുന്നത് തെറ്റാണ്. ജാമ്യം നൽകിക്കൊണ്ടുള്ള പേപ്പറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ വിശദീകരിച്ചു. റിമാൻഡ് തടവുകാർക്ക് വേണ്ടിയിട്ട് മനഃപൂർവ്വം ജയിലിൽ തുറന്നു
തുറന്നിട്ടില്ല. കോടതി ഉത്തരവ് ഒപ്പിടാൻ എത്തിച്ചത് ഇന്ന് രാവിലെയാണ്. തൻ്റെ ഉദ്ദേശശക്തി നല്ലതായിരുന്നു. ഫാൻസിനോട് ജയിലിലേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നു, വന്നാൽ ദോഷമായി ബാധിക്കുമെന്നും പറഞ്ഞിരുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ ജയിലിന് പുറത്ത് തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അവരൊക്കെയാണെന്നും അവരിൽ വ്യക്തതയില്ലെന്നും ബോബി പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ ഹൈക്കോടതി എടുത്ത വിമർശനമാണ് ബോബിക്കെതിരെ ഉയർത്തിയത്. ബോബി ജയിലിൽ നിന്നും ഇറങ്ങാതിരുന്നത് ഗൗരവമായി എടുത്ത ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹൈക്കോടതി എടുത്ത സമാനതകളില്ലാത്ത നിലപാടാണ് ജാമ്യം ലഭിച്ചിട്ടും എന്തുകൊണ്ടും ഇന്നലെ പുറത്തിറങ്ങിയില്ല എന്നതിന് കൃത്യമായ മറുപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ബോബി ചെമ്മണ്ണൂർ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും കോടതി വിലയിരുത്തുന്നു. ബോബി നിയമത്തിനു മുകളിലാണോ എന്നും കോടതി ചോദിച്ചു. ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാത്തതിൽ ഒരു തരത്തിലും ഉള്ള ന്യായീകരണവും ഇല്ല. സീനിയർ കൗൺസിൽ രാമൻപിള്ള കോടതിയിലേക്ക് വരേണ്ടതില്ല. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും പുറത്ത് ഇറങ്ങിയതിന് ശേഷം മാപ്പ് പറയുക ആണോ ചെയ്തത് എന്ന് പരിശോധിക്കണം. അതോ റിമാൻഡ് പ്രതികൾക്ക് വേണ്ടിയാണ് താൻ അകത്ത് തുടർന്നത് എന്ന് പറഞ്ഞോ എന്നും പരിശോധിക്കണമെന്ന് ഹൈക്കോടതി രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം വേണ്ടി വന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യുമെന്നും കോടതി രാവിലെ പറഞ്ഞിരുന്നു. കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത് എന്നും കഥ മെനയാൻ ശ്രമിക്കുകയാണോ എന്നും കോടതി ചോദിച്ചു. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമിക്കുന്നതെന്നും ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്നും പറഞ്ഞ കോടതി കേസ് ഉച്ചയ്ക്ക് 12 മണിയോടെ പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. പിന്നീട് 1:45 പരിഗണിച്ചു. ഇതോടെയാണ് നിരുപാധിക മാപ്പപേക്ഷ എത്തിയതും വക്കീലും ബോബി ചെമ്മണ്ണൂരിന്റെ വക്കീലും ബോബി ചെമ്മണ്ണൂരും ഈ തന്റെ മാപ്പപേക്ഷ കോടതിയെ അറിയിച്ചത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.